ഹായ്, ഹലോ, നമസ്കാരം. ഈ ടൈം ലൈറ്റിൻ്റെ 3rd ചാപ്റ്റർ അതിലേക്ക് സ്വാഗതം. നമ്മൾ 2 ചാപ്റ്ററിലായിട്ട് ആദ്യത്തെയായിട്ട് ഇൻട്രൊഡക്ഷൻ, രണ്ടാമത്തെ ചാപ്റ്ററിലായിട്ട് ലൈസൻസ് എങ്ങനെ എടുക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി പഠിച്ചു. ഇൻട്രൊഡക്ഷനിലാണ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റലേഷൻ കാര്യങ്ങളെല്ലാം വ്യക്തമായി കാണുന്നത്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ടാകും. അപ്പോൾ ഇനി ഈ ടൈം ട്രാക്ക് ലൈറ്റ് എന്ന ഒരു ആപ്ലിക്കേഷനിൽ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് 12.0 ആണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് ഇതിൻ്റെ അപ്ഡേറ്റഡ് വേർഷൻസ് വന്നിട്ടുണ്ടാകാം. വാട്ട് എവർ ഇറ്റ് ഈസ്, കറണ്ട് ഡേറ്റിൽ ഞാൻ ഇന്ന് സംസാരിക്കുന്നത് വെച്ച് നോക്കുവാണെങ്കിൽ ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ്. ഈ ലേറ്റസ്റ്റ് ആപ്ലിക്കേഷനിൽ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും? ഏറ്റവും ടോപ്പിലുള്ള, ദാറ്റ് മീൻസ് നമുക്ക് ആ ഒരു ഇൻ്റർഫേസ് പരിചയപ്പെടാം. അഡ്മിൻ, മാസ്റ്റർ, യൂട്ടിലിറ്റീസ്, അറ്റൻഡൻസ്, റിപ്പോർട്ട്സ്, ക്യാൻറ്റീൻ, മോണിറ്റർ, വിൻഡോസ്, ഹെൽപ്പ്. ഇതാണ് ഇതിൻ്റെ മെനൂസ്. ഇതിന് താഴെയായിട്ട് ഓരോ ഓപ്ഷൻസ് ഉണ്ട്. യൂസേഴ്സ്, ചേഞ്ച് പാസ്വേഡ്, ലോഗ് ഓഫ്, മാസ്റ്റർ സെറ്റിങ്സ്, കമ്പനി, ഡിപ്പാർട്ട്മെൻറ്റ്സ്, പബ്ലിക് ഹോളിഡേയ്സ്, ഷിഫ്റ്റ് ഡീറ്റെയിൽസ്, ഷിഫ്റ്റ് കലണ്ടർ, employee categories, leave types, department settings, employee details, employee shift detail, leave entries, outdoor entries, log records. പിന്നെ ഈ ഇൻ്റർഫേസിൽ ഉള്ളത് താഴെ ഏത് യൂസറിലാണ് കയറിയിരിക്കുന്നത് എന്നുള്ളത്, യൂസറിൻ്റെ റോൾ എന്താണെന്നുള്ളത്, ലോഗിൻ ടൈം 8:52 PM ആണ്. ഇപ്പോൾ 8:55 PM ആണ് ആയിട്ടിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഏത് സമയത്താണ് നമ്മൾ ലേറ്റസ്റ്റായിട്ട് ഏറ്റവും ലിസ്റ്റായിട്ട് ലോഗിൻ ചെയ്തിരിക്കുന്നതിൻ്റെ ഇതാണ് ഇൻഫർമേഷൻ അവിടെ പാസ് ചെയ്യുന്നത്. പിന്നെ അവരുടെ വെബ്സൈറ്റ് ഇവിടെയുണ്ട്. ഓക്കെ, നമുക്ക് ഈ മെനുകളിലെ ആദ്യത്തെ ഓപ്ഷനിലേക്ക് പോകാം, അഡ്മിൻ. ഇന്നത്തെ ഒരു ചാപ്റ്ററിൽ ഇത് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് ചാപ്റ്ററുകളിലാണ് ബാക്കിയുള്ള ഓപ്ഷൻസ് വരുന്നത്. ഇതിൽ ആദ്യത്തെ ഓപ്ഷൻ യൂസേഴ്സാണ്. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാവുന്ന യൂസേഴ്സിനെ മാനേജ് ചെയ്യാനായിട്ട് ബേസിക്കലി നമ്മൾ താഴെ കണ്ടു എന്ന് പറയുന്നത് ഈ ആപ്ലിക്കേഷൻ്റെ ബേസിൽ യൂസർ ലോഗിൻ ESSലാണ്, റോൾ എന്താണ്, അഡ്മിനാണ്. അതുപോലെ ഇനി നമുക്ക് ഒരു അറ്റൻഡൻസ് മാത്രം എടുക്കേണ്ട ഒരു യൂസർ, അല്ലെങ്കിൽ ഒരു ഡാറ്റാസ് മാത്രം കാണുക, അല്ലെങ്കിൽ ഒരു എംപ്ലോയിനെ ആഡ് ചെയ്യുക, ഇങ്ങനെയുള്ള യൂസേഴ്സിൻ്റെ പ്രിവിലേജ് വെച്ചിട്ട് ഓരോ യൂസേഴ്സിനെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെയുണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഒരു വ്യൂ ചെയ്യാൻ മാത്രമുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് യൂസേഴ്സിനെ കാണുക എന്നുള്ള രീതിയിലുള്ളൊരു യൂസേഴ്സ് ക്രിയേറ്റ് ചെയ്യുവാണ്. യൂസർ ഓൺലി. പാസ്വേഡ് യൂസർ തന്നെയാണ് കൊടുക്കുന്നത്. റോൾ നെയിം വ്യൂ ഓൺലി. സ്പേസ് സപ്പോർട്ട് ചെയ്യാനറിയില്ല, വ്യൂ ഓൺലി. കമ്പനി അലൗഡ്, നമുക്ക് കമ്പനീസിൻ്റെ ലിസ്റ്റ് ഇവിടെ നിന്ന് അലോ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇവിടെയാണ് നമ്മൾ പ്രിവിലേജസ് സെറ്റ് ചെയ്യുന്നത്. ഈസ് അഡ്മിൻ എന്നുള്ള ഇൻവിസിബിൾ ഐറ്റംസ് സെലക്ട് ഓൾ ഈസ് അഡ്മിൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് കൊടുത്തിട്ടില്ല. യൂസേഴ്സ് ഒന്നും കൊടുത്തിട്ടില്ല, കമ്പനീസ് കൊടുക്കുന്നില്ല. എംപ്ലോയീസിനെ ജസ്റ്റ് കാണുക എന്നുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. വ്യൂ എംപ്ലോയി കാറ്റഗറിയാണ്, അതൊന്നും കൊടുക്കുന്നില്ല. ഷിഫ്റ്റ് കൊടുക്കുന്നില്ല. ഷിഫ്റ്റ് കലണ്ടർ, ഹോളിഡേയ്സ്, ജസ്റ്റ് എംപ്ലോയിനെ കാണുക എന്നുള്ള പ്രൊവിഷൻ മാത്രമേ ആൾ കൊടുക്കുന്നുള്ളൂ. ജസ്റ്റ് കാണിച്ചു തരാനായിട്ടാണ്. എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ഇതിലാകെ കൊടുത്തിരിക്കുന്ന പ്രൊവിഷൻ എന്ന് പറയുന്നത് എംപ്ലോയിനെ കാണുക എന്നുള്ളതാണ്. യൂസർ നെയിം യൂസർ, പാസ്വേഡ് യൂസർ. അഡ്മിനാണോ അല്ല, ആഡ് കൊടുക്കുന്നു. പാസ്വേഡ് ഷുഡ് അറ്റ്ലീസ്റ്റ് അപ്പർ കേസ് ലെറ്റർ, അപ്പർ കേസ് കൊടുക്കണം. ഇപ്പോൾ ക്യാപ്സ് USR യൂസർ ആഡ്. പാസ്വേഡ് ഷുഡ് അറ്റ്ലീസ്റ്റ് 8 characters. യൂസർ @12345 ഓക്കെ, ഒരു യൂസർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ആ യൂസറിലേക്ക് കയറാം. അതിന് മുന്നേ നെക്സ്റ്റ് ചേഞ്ച് പാസ്വേഡ്. ഇപ്പോൾ നമുക്ക് എക്സിസ്റ്റിംഗ് യൂസറിൻ്റെ പാസ്വേഡ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ന്യൂ പാസ്വേഡ്, കൺഫേം പാസ്വേഡ് കൊടുക്കുക. കാരണം ഓൾറെഡി ഒരു യൂസർ നെയിം പാസ്വേഡ് അറിയാവുന്ന ആളാണ് ലോഗിൻ ചെയ്തിരിക്കുന്നത്, അതുകൊണ്ടാണ് ന്യൂ പാസ്വേഡ്, കൺഫേം പാസ്വേഡ് കൊടുക്കുന്നത്. ഓഡിറ്റ് ലോഗ്സ്, ഇതിൽ എന്തൊക്കെ ചെയ്തു എന്നുള്ള ഓപ്ഷൻ. ദാറ്റ് മീൻസ് ഈ ആപ്ലിക്കേഷനിൽ റീസെൻ്റായിട്ട് ചെയ്ത കാര്യം, ആഡ് യൂസർ, ഒരു യൂസർ ആഡ് ചെയ്തിട്ടുണ്ട്, യൂസർ ലോഗിൻ ചെയ്തിട്ടുണ്ട്, അപ്ഡേറ്റഡ് ഡിവൈസ് DD. ദാറ്റ് മീൻസ് ഈ സോഫ്റ്റ്വെയറിൽ ഹാർഡ്വെയർ റിലേറ്റഡോ സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊക്കെ ചേഞ്ചസ് ഒരു എംപ്ലോയിനെ ആഡ് ചെയ്തു എന്നുള്ളതിനേക്കാൾ ഇവർ യൂസറെ ആഡ് ചെയ്തു, അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് കൂടുതൽ ലോഗ്സ് ക്രിയേറ്റ് ആവുന്നത്.
നെക്സ്റ്റ് ഓപ്ഷൻ ലോഗ് ഓഫ് എംപ്ലോയി ഫോൾഡർ പാത്ത്. എംപ്ലോയി ഫോൾഡർ പാത്ത് എന്ന് പറയുന്നത് നമുക്ക് എംപ്ലോയീസിൻ്റെ ഒരു ഫോൾഡർ പാത്ത് ക്രിയേറ്റ് ചെയ്യാം. വൺസ് ഒരു എംപ്ലോയിനെ ആഡ് ചെയ്യുന്ന സമയത്ത് ഫോൾഡർ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ സെലക്ട് ചെയ്യുമ്പോൾ ഓൾറെഡി ആ പാത്തിൽ നിന്നുള്ള ഡാറ്റ ആയിരിക്കും വരുന്നത്. അതിൽ നിന്ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആളെ സെലക്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്കൊന്ന് ലോഗ് ഓഫ് ചെയ്യും. ഒന്നും കൂടി എന്നിട്ട് യൂസറായിട്ട് ലോഗിൻ ചെയ്യാം. യൂസർ പാസ്വേഡ് CAPSU SER@12345 ലോഗിൻ. ഓക്കെ, എല്ലാ കാര്യങ്ങളും ഹൈഡായി. അഡ്മിൻ ചേഞ്ച് പാസ്വേഡ് ആളെ മാത്രം ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ലോഗ് ഓഫ് മാസ്റ്റേഴ്സിൽ ഒരു ഓപ്ഷനും ഇല്ല. ഡിവൈസ് ഗ്രീറ്റിങ്സ് ആഡ് ഡിസേബിൾ ചെയ്തില്ലാന്ന് തോന്നുന്നു. എംപ്ലോയീസ് ഇത്ര എംപ്ലോയീസ് ഉണ്ട്. ഒരു എംപ്ലോയിനെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ എനേബിൾ അല്ല. ജസ്റ്റ് കാണുക എന്നുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ലോഗ് ഓഫ് ചെയ്തു. അഡ്മിൻ യൂസറിൽ കയറുന്നു. ഓക്കെ, ഇത്രയും സിമ്പിളാണ് കാര്യം. അപ്പോൾ ജസ്റ്റ് ഈ ഒരു കേസാണ് നമുക്കിപ്പോൾ ഇന്നത്തെ ചാപ്റ്ററിലുള്ളത്. സിമ്പിളായിട്ട് നമുക്ക് പഠിച്ചു പോകാം. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ മാസ്റ്റർ സെറ്റിങ്സ് ആയിരിക്കും. മാസ്റ്റർ സെറ്റിങ്സിൻ്റെ വീഡിയോക്കായി വെയിറ്റ് ചെയ്യുക. ഇത്രയും നേരം ക്ഷമയോടെ കാത്തിരുന്നതിന് നന്ദി. നമസ്കാരം. വീണ്ടും കാണും വരെ ബൈ.